എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേണു അപ്പുമ്മന്റെ അരിയിൽ ഇരിക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ, ഈ അച്ഛന് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ അച്ഛൻ ഈ പെട്ടി എടുക്കുന്നേ. മോന്റെ ഓപ്പറേഷനൊക്കെ നടത്തണ്ടേ, മോന് ജീവിതത്തിലേക്ക് മടങ്ങി വരണ്ടേ. അച്ഛൻ ഉണ്ടാക്കുവാണെങ്കിൽ ഇത്രയും പണം ഈ ആയുസിൽ ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ മോൻ എഴുന്നേറ്റ് നടക്കാനും സാധിക്കില്ല. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഈ പണപ്പെട്ടി അടിച്ചു മാറ്റുന്നേ. എന്നോട് അയ്യപ്പസ്വാമി ക്ഷമിക്കും. അയ്യപ്പസ്വാമി എനിക്ക് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നെ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ പണപ്പെട്ടിയായിട്ട് പുറത്തേക്ക് പോവാണ്. പിന്നീട് ആ പണപ്പെട്ടി ഒളിപ്പിച്ചു കൊണ്ടേ വെക്കുവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം പോലീസുകാരെല്ലാം വന്നതിന് പോയതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ആകെപ്പാട് ടെൻഷൻ അടിച്ച് അഞ്ജന നിൽക്കുവാണ്. ഈ സമയത്ത് വേണു പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം. വേണുവേട്ടൻ അറിയാലോ, ആ പണപ്പെട്ടി കിട്ടിയില്ലെങ്കിൽ നാളെ പോലീസ് വന്ന് എന്നെ കൊണ്ടുപോകും. ഉണ്ണിയാണെങ്കിൽ ആ ചെക്കനെ അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ട്. ആ ചെക്കനാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് നാളെ വരാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ചെറുക്കൻ എവിടെ പോയിന്ന് പോലും അറിയത്തില്ല. ആ ചെക്കനെ കണ്ടെത്തിയില്ലെങ്കിൽ നാളെ എന്നെ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോകും. എനിക്കറിയത്തില്ല വേണുവേട്ട എന്നാ ചെയ്യേണ്ടതെന്ന്. അപ്പോഴേക്കും വേണുവിന്റെ അനിയൻ ഉണ്ണി അങ്ങോട്ട് വരുവാണ്. ഉണ്ണി വന്നിട്ട് പറഞ്ഞു, അവിടെ എല്ലാം അന്വേഷിച്ചു, ഒരിടത്തും ആ ചെക്കനെ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറയണം. എന്റെ അയ്യപ്പസ്വാമി, ആ ചെക്കൻ എങ്ങോട്ടായി പോയത്? നാളെ പോലീസുകാർ വരുന്ന സമയത്ത് ആ ചെക്കൻ പറഞ്ഞിരിക്കുന്ന പണപ്പെട്ടി കൊടുക്കാന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പണപ്പെട്ടി കൊടുക്കാൻ സാധിക്കില്ലോ, ഇനി എന്ത് ചെയ്യും എന്നറിയത്തില്ലാതെ നെഞ്ചിത്തടിച്ച് നിലവിളിക്കുകയാണ് അഞ്ജന. ഈ സമയത്ത് വേണു പറഞ്ഞ് സമാധാനപ്പെട, എന്തേലും ഒരു വഴി ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അഞ്ജന പറഞ്ഞു, എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജന അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഈ സമയം വേണു ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വേണുവിന്റെ അടുത്തേക്കാണ് പെട്ടെന്ന് ഗിരിദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഗിരിദേവൻ ആ സമയത്ത് അവിടെ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീയോ? നിന്നെ അന്വേഷിച്ച് ഇത്ര സമയം ഉണ്ണി അലോടെ ഇല്ലാടെ നടന്നു, ഞങ്ങളെല്ലാം നോക്കിയതാ, പക്ഷെ നിന്നെ ഒരിടത്തും കണ്ടില്ലോ, നീ എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിക്കുക. എനിക്ക് വരേണ്ടതായിട്ട് വന്നു, വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണ. അല്ല, നീ വന്നത് എന്താ? നീ നാളെ വരൂന്ന് പറഞ്ഞു, പക്ഷെ നിന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ നിന്നോട് ഞാൻ ഈ കാര്യം ചോദിച്ചതെന്ന് പറയാം. പിന്നീട് ഗിരിദേവൻ ചോദിച്ചു, അങ്കിള് എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു, എന്ത് മറക്കാനായിട്ട്, സത്യം പറ അങ്കിളെ. അങ്കിളിന്റെ ഭാര്യനെ നാളെ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോകും. അപ്പുമോന്റെ അമ്മേനെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പാപ അപ്പുവനെ നോക്കാനായിട്ട് ആരെങ്കിലും പിന്നെ കാണുമോ? ഇല്ലാന്ന് പറയണം. നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക. എനിക്കറിയാം, ആ പെട്ടി മോഷ്ടിച്ച അങ്കിളല്ലേന്ന് ചോദിക്കുക. ഞാനോ? കള്ളത്തരം പറയണ്ട, എനിക്കറിയാം അങ്കിൾ ആ പെട്ടി മോഷ്ടിച്ചേ. പക്ഷേങ്കില് ഈ പറയുന്ന ആ ആന്റിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആന്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ഭർത്താവ് മോഷ്ടിക്കില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. അങ്കിൾ ആ പണപ്പൊട്ടി മോഷ്ടിച്ചു വെച്ചിട്ടില്ലേന്ന് ചോദിക്കാം. അവസാനം അങ്ങനെ കുറ്റം സമ്മതിക്കേണ്ടതായിട്ട് വന്നു. വേണു പറഞ്ഞാതെ, ഞാൻ തന്നെ ചെയ്തത്. കാരണം എന്റെ മോന്റെ ജീവന് വേണ്ടിയിട്ട് എന്റെ മോനെ എഴുന്നേപ്പിച്ച് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത് തെറ്റാന്ന് പറയാം. അങ്കിള് ചെയ്ത എത്ര വലിയ പാപമാണെന്ന് അറിയാവോ? അങ്ങളുടെ ഭാര്യയാണ് ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പോന്നിട്ട് പോകുന്നത്. നാളെ പോലീസുകാർ വന്നു കഴിയുമ്പോൾ അവരെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോഴോ അവര് ജയിലിൽ കിടക്കില്ലെന്ന് ചോദിക്കുക. എന്നാലും കുഴപ്പമില്ല, ഞാൻ പിന്നീട് പോയി ജയിലിൽ കിടന്നോളാം. ആദ്യം എന്റെ അപ്പൂമ്മന്റെ അസുഖം ഭേദമാക്കണം, അതിനുശേഷം ഞാൻ കുറ്റമല്ല ഏറ്റുപറയും. ഏറ്റുപറഞ്ഞിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന് ആ പെട്ടി അങ്കിളിന് കിട്ടണ്ടെന്ന് ചോദിക്കാം. ഇനി പെട്ടി ഇനി ആര് നോക്കിയാലും കിട്ടില്ല, അത് ഞാൻ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാം. ആരെ കൊണ്ടും അത് കണ്ടെത്താൻ പറ്റില്ലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു, മനപ്പറമ്പിലെ ആ തെച്ചിക്കാടാണോ ആ പെട്ടി ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വഴിന്ന് വെക്കണം. അവിടെയല്ലേ കൊണ്ടേ ഒളിപ്പിച്ചു വെച്ചേ. അവിടെയാണ് സാമൂഹ്യ വിരുദ്ധരും കുടിയന്മാരുടെ ശല്യം അവിടെ മുഴുവനും. അവരതിലൂടെ കറങ്ങിയടിച്ച് നടക്കുന്ന അവരുടെ കയ്യിൽ ആ പെട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്കിളിന് ഒരിക്കലും പിന്നെ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അറിയാലോ, അങ്കിളിന്റെ ഭാര്യയെ നാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അങ്കിളിന്റെ മോന്റെ ഓപ്പറേഷൻ നടക്കത്തുമില്ല. അവസാനം വരെ ഒരു ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. പിന്നീട് അങ്കിളൊന്ന് ഓർത്തു നോക്കി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ഇത് കേട്ടതും വേണുവിന് ആകെപ്പാട് ടെൻഷൻ. വേണു, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയണേ? ആ മനപ്പറമ്പിൽ നിന്ന് ആ പെട്ടി എടുക്കുക, ആ തെച്ചിക്കാടിൽ നിന്ന് ആ പെട്ടി എടുത്തോണ്ട് പോയി നേരെ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ കൊണ്ടേ വെക്കുക. ബാക്കി ഭഗവാൻ നോക്കിക്കോളൂന്ന് പറയാം. അല്ല, എന്നാലും ഞാന് ഇപ്പൊ തൽക്കാലത്തേക്ക് അത് ചെയ്യുക, അതാ ചെയ്യേണ്ടതെന്ന് പറയാണ്. പിന്നീട് വേണു എന്ത് ചെയ്യാണ്, ആ രാത്രി തന്നെ എന്ത് ചെയ്യണം, മനപ്പറമ്പിൽ പോയി ആ പെട്ടിയെടുത്തോണ്ട് നേരെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. ക്ഷേത്രത്തിന്റെ തിരുനടയിൽ അവിടെ കൊണ്ടുപോയി പെട്ടി വെച്ചിട്ട് പ്രാർത്ഥിച്ച്, എന്റെ അയ്യപ്പസ്വാമി, ഞാൻ ആ പെട്ടി കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ അപ്പുമോന് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെട്ടി അടിച്ചു മാറ്റിയത്. എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. പക്ഷെ
ഇപ്പോഴാ കുട്ടി പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന്. ചിലപ്പോൾ മാറുമെന്ന് എനിക്കറിയില്ല, മാറിയാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഈ പെട്ടി അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെട്ടി അവിടെ വെച്ചതിന് ശേഷം തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുപ്പി അങ്ങ് എടുക്കുവാണ്. ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ആ കുപ്പിയിലെ വിഷം വായിലേക്ക് കമഴ്ത്താൻ തുടങ്ങുക. പെട്ടെന്നാണ് അയ്യപ്പസ്വാമി അങ്ങോട്ട് വന്ന് അരുതെന്നും പറഞ്ഞുകൊണ്ട് വരുന്നേ. അയ്യപ്പസ്വാമിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേണിച്ച് എന്താ കാര്യം, എന്തിനാ അങ്കിള് വിഷം കഴിക്കുന്ന എന്തിനാന്ന് ചോദിക്കാം. വിഷം കഴിച്ചോണ്ട് അപ്പുമോന് എഴുന്നേറ്റ് അടക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? അങ്കിള് വിഷം കഴിച്ചങ്ങ് മരിക്കും, പിന്നീടോ അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് കേട്ടത് വേണുവിന് എന്തു മറുപടി പറയാനും നടത്തില്ല. അതാ പറഞ്ഞേ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് പറയണേ. അങ്കിളുടെ ജീവിതം തീരുന്നു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? അങ്കിള് സമാധാനമായിട്ട് ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോ, ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയണെന്ന് ചോദിക്കണം. അങ്കിള് പോയി വീട്ടിലിരിക്കുക, അല്ല നാളെ പോലീസുകാരൊക്കെ വന്നു കഴിയുമ്പോ അതൊക്കെ എന്ത് വേണമെന്ന് അയ്യപ്പസ്വാമി നോക്കിക്കോളും. അങ്കിളിന് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എന്ന് പറയാണ്. ഇത്ര സമയം ഈ കാര്യങ്ങളെല്ലാം ഗിരിദേവന്റെ മുന്നേ നിന്നിട്ട് അയാൾ ഓർത്തതായിരുന്നു, വേണു ഓർത്തായിരുന്നു. പെട്ടെന്ന് വേണുവിന് ഭയങ്കര സന്തോഷം തോന്നി. വേണു അയ്യപ്പസ്വാമിയുടെ മുന്നേ കൈ കൂപ്പാണ്. ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് പോയതാ ഗിരിദേവ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ ഗിരിദേവൻ ആ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഭാര്യനെ രക്ഷിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടല്ല എന്റെ ഭാര്യനെ രക്ഷിക്കാനൊക്കെ ഇട്ടൊക്കെ പറ്റിയത്, അല്ലെങ്കിൽ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു, സാരമില്ല, നടക്കാനുള്ളതെല്ലാം നടന്നില്ലേന്ന് ചോദിക്കാം. പിന്നീട് വേണു ചോദിച്ചു, അല്ല ഗിരിദേവൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ആ പെട്ടിയെടുത്തെന്ന് ഗിരിദേവൻ എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു, ഞാൻ എന്റെ തത്തക്കിളിനെ അന്വേഷിച്ച് ഈ പരിസരത്തോട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് എന്റെ തത്തക്കിളി നിങ്ങളുടെ മകൻ കിടക്കുന്ന ആ വെന്റിലേറ്ററിന്റെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഞാൻ ആ വെന്റിലേറ്ററിന്റെ അവിടെ നിന്ന് തത്തക്കിളീനെ എടുക്കാനായിട്ട് ഒരു വിധത്തിൽ കടഞ്ഞ് പരിശ്രമിച്ച് മോളെ പിടിച്ച് കയറിയ സമയത്താണ് നിങ്ങളുടെ മോന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നു, പിന്നീട് പണപ്പെട്ടിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടപ്പോ വേണുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് വേണുവിനോട് ഗിരിജാൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ മകൻ എവിടെയാ കിടക്കണമെന്ന് ചോദിക്കുകയാണ്. ഇതുവരെയായിട്ട് വന്നിട്ട് ഞാൻ അവരിന് കണ്ടില്ലോ എന്ന് പറയണം അപ്പൂന്. ഞാനത് കണ്ടിട്ട് വരട്ടെ അങ്കിളെന്നും പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് കയറി പോവാണ്. ആ സമയം വേണു പുറത്ത് തന്നെ നിൽക്കുവാണ്. ഈ സമയം ഉണ്ണിമോൾ ഇതെല്ലാം കേട്ട് അപ്പുറം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിമോൾക്ക് മനസ്സിലായി നടന്ന സംഭവങ്ങളൊക്കെ എന്താന്ന്. പെട്ടെന്ന് അപ്പുമോന്റെ മുറിയിലേക്ക് ഗിരിദേവൻ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾ എന്ത് ചെയ്യണം, പുറത്തോടെ പതുക്കെ ആ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പൊ പുറത്ത് ജനലുണ്ട്, ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കർട്ടൻ ഇട്ടുണ്ട്, അകത്തെ കാഴ്ചകളൊക്കെ കാണാം. പതുക്കെ ഉണ്ണിമോൾ എന്ത് ചെയ്യണം, ആ ജനലിന്റെ കർട്ടൻ ഇങ്ങനെ മാറ്റുവാണ്. അകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ ഗിരിദേവൻ അപ്പുമോന്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. പിന്നീട് അപ്പുമോനോട് പറയാ, എന്താ അപ്പു എന്താ എഴുന്നേക്കാത്തെന്ന് ചോദിക്കുകയാണ്. അപ്പുവിന് എഴുന്നേക്കാൻ പറ്റൂല, പിന്നെ എന്താ അപ്പു എഴുന്നേക്കാത്തെന്ന് ചോദിക്കുക. എനിക്കറിയാം അപ്പുവിന് ഭയങ്കര വിഷമമുണ്ടല്ലേ, ഇനി ഇത്രയും കാലം ഇങ്ങനെ കിടക്കേണ്ടി വന്നേ, അപ്പുവിന്റെ അച്ഛനും അമ്മയും എന്നും എന്നെ വിളിച്ച് അപേക്ഷിക്കും എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടതും അപ്പു ഒന്നും മിണ്ടാതെ കിടക്കുവാണ്. എഴുന്നേക്കൊന്നുമില്ല, അനങ്ങുന്നുമില്ല. എനിക്കറിയാം ഇനിയിപ്പൊ അപ്പുവിന് എന്നെ ഇങ്ങനെ കണ്ടോണ്ടായിരിക്കും എഴുന്നേക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പു എഴുന്നേറ്റ് ശരണം വിളിക്കാൻ പറയണം. എന്നിട്ടും അപ്പുമോൻ എഴുന്നേറ്റില്ല. ഈ സമയത്ത് പുറത്ത് കുറച്ച് സംഭാരമൊക്കെ ആയിട്ട് അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിച്ചു, ആ കുട്ടി എന്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വേണു പറഞ്ഞു, അവനകത്തേക്ക് അപ്പുവിനെ കാണാൻ കയറിയേക്കുവെന്ന് പറയണോ. ഭാഗ്യം അവൻ വന്നുകൊണ്ട് മാത്രമല്ലേ പോലീസുകാരെന്നെ വെറുതെ വിട്ടെ, അല്ലെങ്കിൽ ഞാൻ അകത്താവുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം ഗിരിദേവൻ അകത്ത് എന്ത് ചെയ്യണം, അപ്പുവിന് തന്റെ പൂർണ്ണ ദർശനം കൊടുക്കുകയാണ്. ഒരു നിമിഷം അപ്പു ഇങ്ങനെ ഞെട്ടി ഉണർന്നു. കാരണം അയ്യപ്പസ്വാമി ഇങ്ങനെ പുലിപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നത്. പെട്ടെന്ന് തന്നെ അപ്പു എഴുന്നേറ്റിട്ട് അയ്യപ്പസ്വാമി ശരണം വിളിക്കുകയാണ്. അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് നിന്ന് അഞ്ജനയും വീണു അത് കേട്ടു. അവരോടി അകത്തേക്ക് വന്നു. ആ സമയത്ത് അവിടെ ഗിരിദേവനെ കാണുന്നില്ല. പക്ഷെ ജനലിൽ കൂടെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഉണ്ണിമോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പൊ തന്റെ കൂടെ ഇത്രയും കാലം ഗിരിദേവനായിട്ട് കൂടെ ഉണ്ടായിരുന്ന അയ്യപ്പസ്വാമി ആയിരുന്നോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. സ്വപ്നം കാണാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല ഉണ്ണിമോളും കണ്ടത്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു, അയ്യപ്പസ്വാമി വന്നെന്ന് പറയണ അച്ഛനോടും അമ്മയോടും. അയ്യപ്പസ്വാമിയാ? അതെ, അയ്യപ്പസ്വാമി ഇവിടെ വന്നു പറയണ. ഈ സമയം അഞ്ജന പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ വേണുവേട്ടാ, ആ കുട്ടിയുടെ രൂപത്തിൽ വന്നത് അയ്യപ്പസ്വാമി ഞാൻ തോന്നുന്നത്. ഇപ്പൊ കണ്ടില്ല, അവനെ ഇവിടെ കണ്ടില്ലോ എന്ന് പറയാം. വേണുവേട്ടനല്ലേ പറഞ്ഞ അവനീ മുറിയിലുണ്ടെന്ന്, അവനീ മുറിയിലില്ലോ എന്ന് പറയാണ്. പൊന്നു മോനെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുവാണ്. കാരണം തളർന്നു കിടന്ന, എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന, ഒരു നിമിഷം കൊണ്ടാണ് അവൻ ചാടി എഴുന്നേറ്റ് സംസാരിച്ച് അയ്യപ്പസ്വാമി എന്നൊക്കെ വിളിച്ചേ. അവർക്ക് ഭയങ്കര സന്തോഷം. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. പിന്നീട് അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിക്കുന്നുണ്ട്. ഈ സമയം ഉണ്ണിമോളാ ശരിക്കും ഞെട്ടിപ്പോയത്. ഉണ്ണിമോള് അവിടുന്ന് പതുക്കി ഇറങ്ങി. അപ്പൊ തന്റെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഗിരിദേവൻ അയ്യപ്പസ്വാമി ആയിരുന്നു. താൻ ഇത് മനസ്സിലാക്കിയില്ലോ എന്നൊക്കെ ഓർത്തൊന്ന് നടക്കുവാണ്. ഇനിയിപ്പം
അയ്യപ്പസ്വാമിന്ന് വിളിക്കണോ ഗിരിദേവൻ എന്ന് വിളിക്കണോ? ഗിരിദേവാന്ന് വിളിച്ചിട്ട് ഒരിടത്തൊന്നും ഒരു അച്ഛനക്കില്ല. പിന്നീട് അയ്യപ്പസ്വാമിന്ന് വിളിക്കണം. അങ്ങനെ വിളിച്ചിട്ട് ആരും വിളിയേക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് വാവര അങ്ങോട്ടേക്ക് വരുന്നത്. വാവരെ കണ്ട് ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണിമോൾ ഓടി വാവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. വാവേ, ഒരു കാര്യം അറിയാവോ? ഞാനൊരു സത്യം ഉറന്ന് പറയണേ. എന്ത് സത്യം? നമ്മുടെ കൂടെയുള്ള ഗിരിദേവനില്ലേ, ഗിരിദേവൻ ആരാന്നറിയാവോന്ന് ചോദിക്കോ. ആരാ? ഗിരിദേവൻ അയ്യപ്പസ്വാമിയാന്ന് പറയണ. അപ്പോഴേക്ക് ശാരിക അങ്ങോട്ടേക്ക് വന്നു. ശാരിക ഇങ്ങനെ നോക്കുകയാണ് ഉണ്ണിമോളെ. ശാരികയ്ക്ക് സന്തോഷം, ഉണ്ണിമോളുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോ പിന്നീട് വാവയോട് പറഞ്ഞു, അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഗിരിദേവൻ ശരിക്കും അയ്യപ്പസ്വാമി തന്നെയാന്ന് പറയണ. അല്ല, ഉണ്ണിമോള് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ലോ എന്ന് പറയണം. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, ഞങ്ങള് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് സംഭാരമൊക്കെ കുടിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ചേച്ചി പറഞ്ഞാണ് കുറെ കാര്യങ്ങളും കഥകളൊക്കെ അറിയണേ. പിന്നീട് വേണുവിനെ അഞ്ജനനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയണേ. ഇതെല്ലാം കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് അഞ്ജന ചേച്ചിയുടെ വീട്ടിലേക്ക് എന്നിപ്പോൾ ഗിരിദേവനെ അവിടെ കണ്ടത്. അങ്ങനെ ഗിരിദേവന് ആ അപ്പുവിന്റെ മുറിയിലേക്ക് എന്നിട്ട് അവന് ദർശനം കൊടുക്കുന്നത് ഞാൻ കണ്ടു. എന്റെ 2 കണ്ണും കൊണ്ട് കണ്ടാന്ന് പറയണ. അത് മാത്രല്ല, ഇത്രയും കാലം ആ അപ്പു എന്ന് പറയുന്ന ആ കുട്ടിക്ക് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുമായിരുന്നു. പക്ഷേ എങ്കില് ഗിരിദേവൻ ചെന്ന് മുറിക്കകത്ത് കയറി കഴിഞ്ഞപ്പോ തന്നെ ആ കുട്ടി സംസാരിച്ച് ചാടി എഴുന്നേറ്റ് വർത്താനമൊക്കെ പറഞ്ഞു എന്ന് പറയണ. ആ കുട്ടിക്ക് അയ്യപ്പസ്വാമി ദർശനം കൊടുത്തെന്ന് പറയണ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വാവർ ഒരു നിമിഷം ഉണ്ണിമളെ നോക്കി. ഉണ്ണിമളെ നോക്കിയിട്ട് പറഞ്ഞു, അവിടുന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്, അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് ദർശനം കൊടുക്കും. കാരണം ഭക്തയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയണ. പക്ഷേ ഉണ്ണിമോൾ അങ്ങനെയല്ല, പരമഭക്തയല്ലേ. അതുകൊണ്ടാണ് ഉണ്ണിമോളുടെ കൂടെ അയ്യപ്പസ്വാമി കൂടിയത്. ഉണ്ണിമോൾക്കറിയാലോ, ആ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഇത്തിരിയെങ്കിലും വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ ഗിരിദേവൻ. പക്ഷെ ഇത്രയും കാലം ഉണ്ണിമോളുടെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ണിമോളുടെ കൂടെയാണ് നടന്നത് എല്ലാ കാര്യത്തിലും. താരയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്, പിന്നെ ബ്രഹ്മരക്ഷസിന്റെ പിടിയിൽ നിന്നൊക്കെ രക്ഷിച്ചത്. അത് മാത്രമല്ല, പല ആപത്ഘട്ടങ്ങളിൽ നിന്നും ഉണ്ണിമോളെ രക്ഷിച്ചാരാ? ആ പറയുന്ന ഗിരിദേവനല്ലേ, അയ്യപ്പസ്വാമി തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഉണ്ണിമോള് പറഞ്ഞു, അതേന്ന് പറയാണ്. അപ്പൊ അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമി ഉണ്ണിമോളുടെ കൂടെ ഉണ്ടാവുന്ന ഉണ്ണിമോൾക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് ഉണ്ണിമോൾക്ക് ദർശനം ചിലപ്പോൾ അയ്യപ്പസ്വാമിക്ക് തോന്നിക്കാണുമായിരിക്കും ഉണ്ണിമോൾക്ക് ദർശനം തരാനുള്ള സമയമായെന്ന്. അതുകൊണ്ടായിരിക്കും ഉണ്ണിമോൾ ആ കൃത്യസമയത്ത് തന്നെ അപ്പുവിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ വെച്ച് ഉണ്ണിമോൾ അയ്യപ്പസ്വാമിനെ കണ്ടേന്ന് പറയാണ്. അല്ല വാവൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗിരിദേവൻ എന്നിട്ട് എന്ത് ചെയ്യേ? എനിക്കിപ്പൊ ഗിരിദേവനെ കാണണം. എനിക്ക് ഗിരിദേവനെ കാണാൻ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഇനി എന്റെ മുന്നിലേക്ക് ആ പഴയ ഗിരിദേവനായിട്ട് അയ്യപ്പസ്വാമി വരുമോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം വാവ പറഞ്ഞു, അതെനിക്കറിയില്ല എന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് വാവ അങ്ങോട്ട് പോവാ. ഈ സമയം ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിക്കുക, വാവ ഇത് എങ്ങോട്ടാ പോയത്? ആ, അയ്യപ്പസ്വാമിയുടെ അടുത്തേക്കാണോ? ഒരുപക്ഷെ ഗിരിദേവന്റെ ഇടയെന്ന് വാവയ്ക്ക് അറിയാവോ? അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ വാവരല്ലേ? ഇനിയിപ്പൊ അത് ഈ വാവയായിരിക്കോ എന്നൊരു ചിന്ത ഉണ്ണിമോടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ്. ഉണ്ണിമോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണാം. അപ്പൊ ഇനി ഉണ്ണിമോളുടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ വിശേഷങ്ങൾ ഈ ആഴ്ച കൂടെ കാണുവോളൂ എന്നൊക്കെ പറയുന്നു. ഉണ്ണിമോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. അപ്പൊ അതിന്റെ നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.